നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് മദ്യം വേണ്ടെന്ന യുവമോർച്ച. കാസർകോട്ടെ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഉപരോധ സമരം. ആചാരസ്ഥാനികർക്കും കോലാധാരികൾക്കും വേതനം മുടങ്ങി. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരം തുടങ്ങുമെന്ന ആചാരസ്ഥാനികർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് LDF. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച്. BSNL സമരം ശക്തമാവുന്നു. ടെലിഫോൺ ഭവന് മുന്നിൽ ജീവനക്കാരുടെ ധർണ. നാട്ടറിവിന്റെ നല്ല പാഠങ്ങൾ കണ്ടെത്തി ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികൾ. നാട്ടറിവ് മേള ശ്രദ്ധേയമായി. കായൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തേടി ഹൗസ് ബോട്ടുകൾ. വാർത്തകൾ വിശദമായി. മദ്യനിരോധനം ആവശ്യപ്പെട്ട് വിദേശ മദ്യഷാപ്പിന്റെ ഔട്ട്ലെറ്റ് ഉപരോധിച്ചു. യുവമോർച്ച പ്രവർത്തകരാണ് സമരം നടത്തിയത്. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ മദ്യനിരോധനം ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ ബാങ്ക് റോഡിലെ വിദേശ മദ്യഷാപ്പിന്റെ ഔട്ട്ലെറ്റ് ഉപരോധിച്ചു. യുവമോർച്ച സംസ്ഥാന ട്രഷറർ വിജയകുമാർ റായ് ഉദ്ഘാടനം ചെയ്തു. PR സുനിൽ, രാജേഷ് കൈന്ദാർ, ധനഞ്ജയൻ മധൂർ, സന്തോഷ്, പ്രസാദ് പെർല, കീർത്തൻ, പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി. ഓണമെത്തിയിട്ടും ആചാരസ്ഥാനികർക്കും കോലാധാരികൾക്കും വേതനമില്ല. സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഉത്തര മലബാറിലെ ആചാരസ്ഥാനികർ പ്രക്ഷോഭം തുടങ്ങി. ഉത്തര മലബാറിലെ 2000-ഓളം വരുന്ന കോലാധാരികളുടെയും ആചാരസ്ഥാനികരുടെയും വേതനം കഴിഞ്ഞ 6 മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. നിരവധി തവണ മലബാർ ദേവസ്വം പ്രസിഡന്റ് K. ചന്ദ്രൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഓണത്തിനു മുമ്പ് മുടങ്ങിയ വേതനം നൽകാൻ നടപടി ഉണ്ടാക്കണമെന്ന് ഉത്തര മലബാർ സംയുക്ത ക്ഷേത്ര സംരക്ഷണ സമിതി നേതാക്കൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കോലാധാരികൾ സമരം തുടങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ വേതനം നാളിത് വരെ കൃത്യമായും വിതരണം ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം ഒരു 8 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ മലബാർ ദേവസ്വം ബോർഡിലെ അന്നത്തെ ചെയർമാൻ ശ്രീ K. ചന്ദ്രൻ XMLA അവരെ നേരിട്ട് കണ്ട് കോഴിക്കോട് ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം കൊടുക്കാൻ സാനികന്മാർ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം അടിയന്തരമായി അവിടുത്തെ കുടിശ്ശിക തരികയും അടുത്ത പ്രാവശ്യം ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പം ആനുപാതികമായി എല്ലാ പെൻഷനുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. എല്ലാ മേഖലകളും കാർഷിക പെൻഷനായും മറ്റു പെൻഷനായും ഒക്കെ വർദ്ധിപ്പിച്ചു. ഈ കാര്യത്തിൽ ഈ 5 വർഷം പൂർത്തിയാക്കുന്ന ഇത്തരം കാലത്ത് UDF ഗവൺമെന്റ് ഒരു നിലപാടും കൊടുക്കാതെ വളരെയധികം ഖേദവും ഈ സംയുക്ത ക്ഷേത്ര സംരക്ഷണത്തിനുണ്ട്. വാർത്താ സമ്മേളനത്തിൽ രാജൻ പെരിയ, VC നാരായണൻ, ഗോപി കാഞ്ഞങ്ങാട്, KVP ബാലൻ, PV മോഹനൻ, P. ലക്ഷ്മണൻ, PV ഷാജി എന്നിവർ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. LDF പ്രവർത്തകർ അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് LDF മാർച്ച് നടത്തിയത്. LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് വെള്ളിക്കോത്ത് നിന്നും ആരംഭിച്ചു. E. ചന്ദ്രശേഖരൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തിലൊരിക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന കാര്യം അറിയാത്തവരല്ല കേരളം ഭരിക്കും. 2010 നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 2015 ഒക്ടോബർ 31 കാലാവധി പൂർത്തിയാക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നവംബർ മാസം 1-ാം തീയതി പുതുതായി ഭരണമേറ്റെടുക്കേണ്ട ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ആ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം നിരന്തരമായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതുപോലെ 2012 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സർക്കാരിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. KV കൊട്ടൻകുഞ്ഞി അധ്യക്ഷനായി. മൂലക്കണ്ടം പ്രഭാകരൻ, P. ദാമോദരൻ, PK കണ്ണൻ, AV സഞ്ജയൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു.
ജില്ലയിൽ BSNL പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിയ ജീവനക്കാർ ടെലിഫോൺ ഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 12 മുതലാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചത്. BSNL മേഖലയിൽ ഓഗസ്റ്റ് 12 മുതൽ നടന്നുവരുന്ന നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി പണിമുടക്കിയ ഓഫീസർമാരും ജീവനക്കാരും ടെലിഫോൺ ഭവന് മുന്നിൽ ധർണ നടത്തി. ധർണ PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെ എല്ലാ വിഭാഗം ജീവനക്കാരും, കരാർ ജീവനക്കാരും, അതുപോലെ തന്നെ എംപ്ലോയീസ് യൂണിയനും എക്സിക്യൂട്ടീവ് ജീവനക്കാരുടെ സംഘടനയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് CGMT ഓഫീസിന് മുമ്പിൽ 2-3 പ്രാവശ്യം പല യോഗങ്ങളിലും ധർണകളിലും എല്ലാം തന്നെ ഞാൻ പങ്കെടുത്ത CGMT ഓഫീസ് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ്. K. ചന്ദ്രനന്ദൻ അധ്യക്ഷത വഹിച്ചു. നിസ്സഹകരണ സമരം ജില്ലയിൽ പൂർണ്ണമാണ്. ജില്ലയിലെ മുഴുവൻ കസ്റ്റമർ സെന്ററുകളും ക്യാഷ് കൗണ്ടറുകളും എക്സ്ചേഞ്ചുകളും അടഞ്ഞുകിടക്കുകയാണ്. NFPE നേതാവ് രവീന്ദ്രൻ കൊടക്കാട്, K. ഗംഗാധരൻ, VA ജോഷി, വിനയരാജ് എന്നിവർ പ്രസംഗിച്ചു. പോയ കാലത്തിന്റെ നന്മകൾ തേടി ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികൾ. നാട്ടറിവ് മേളയിൽ കുട്ടികൾ ഒരുക്കിയത് നാടിന്റെ പൈതൃകം. പോയ കാലത്തിന്റെ നന്മകളിലേക്ക് ഒരു സഞ്ചാരം. നാട്ടിടവഴികളിലും തൊടികളിലും സുലഭമായിരുന്ന ഔഷധച്ചെടികൾ തൊട്ട് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയുടെ പഴയകാല കാർഷികോപകരണങ്ങൾ വരെ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാട്ടറിവ് പ്രദർശനത്തിനെത്തി. തിരക്കേറിയ യാന്ത്രിക ജീവിതത്തിനിടയിൽ എന്നോ കൈമോശം വന്നുപോയ നാടിന്റെ നന്മകളെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്തത്. പോയ കാലത്തിന്റെ അറിവുകൾ തേടി അവർ മുത്തശ്ശിമാരുടെ അടുത്തെത്തി. നാടൻ പാട്ടുകളും നാടൻ ചൊല്ലുകളും തൊട്ട് നാട്ടുവർത്തമാനങ്ങൾ വരെ ശേഖരിച്ചാണ് മടങ്ങിയത്. അടുക്കളയിൽ നിന്നും അടിച്ചു പുറത്താക്കിയതും തട്ടിൻ പുറത്തെത്തിയതുമായ പഴയകാല അടുക്കളോപകരണങ്ങളും കുട്ടികൾ പ്രദർശനത്തിനെത്തിച്ചു. യാന്ത്രിക യുഗത്തിലെ പരിഷ്കൃത യന്ത്രങ്ങൾ വരുന്നതിനു മുമ്പ് പൂർവികർ കരുതി വെച്ച അടുക്കള ഉപകരണങ്ങൾ പുതുതലമുറയിലെ കുട്ടികൾക്ക് വിസ്മയമായി. മരക്കൂജയും അടിച്ചൂറ്റിയും മരത്തവിയുമെല്ലാം പ്രദർശന വസ്തുക്കളായെത്തി. മറുനാടൻ പൂക്കളോട് മത്സരിച്ച് തോറ്റുപോയ തുമ്പയും ചെക്കിയും ചെമ്പരത്തിയുമെല്ലാം കുട്ടികൾ ശേഖരിച്ച് പ്രദർശനത്തിനെത്തിക്കുകയുണ്ടായി. പൊന്നിൻ ചിങ്ങമെത്തിയതിനാൽ നാടൻ പൂക്കളുടെ ശേഖരത്തിൽ യഥേഷ്ടം പൂക്കൾ എത്തിയിരുന്നു. വൈറ്റമിനുകളുടെ കലവറയായ ചക്കയും ചേമ്പും കാച്ചിലുമെല്ലാം നാടൻ ഭക്ഷണ ഇനങ്ങളായി എത്തിച്ചു. സ്വാദൂറുന്ന പോഷക സമൃദ്ധമായ നാടൻ വിഭവങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും നാട്ടറിവ് മേള പ്രയോജനപ്പെട്ടു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റിന്റെയും മായിക ലോകത്തിൽ ലോകം മാറുമ്പോൾ പഴയ തലമുറ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തതും കാട്ടിക്കൊടുത്തതുമായ നാടൻ കളികളും നാട്ടുപദങ്ങളും സ്വായത്തമാക്കാനും നാട്ടറിവ് മേള പ്രയോജനപ്പെടുകയുണ്ടായി. മാറ്റത്തിന്റെ പാതയിലെ നവതലമുറയും ഗ്രാമീണ തനിമയിലേക്ക് മടങ്ങുന്നു എന്നതിന്റെ ഒരു സന്ദേശം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഇങ്ങനെ ഒരു നാട്ടറിവ് മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുനന്മകളെയും നാട്ടുരുചികളെയും ഓർത്തെടുക്കുന്നതിനോടൊപ്പം നാടിന്റെ ശുദ്ധി നിലനിർത്തുക എന്നതിന്റെ ഒരു സന്ദേശം കൂടി ഞങ്ങൾ ഈ ഉദ്യമത്തിന് പിന്നിലുണ്ട്. തികഞ്ഞ ചാരിതാർത്ഥത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ മേള നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന പോലെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കും തങ്ങളാലാവുന്നതുപോലെ ഗ്രാമീണ തനിമ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ ഈ പ്രദർശന ഹാളിലെ കൂട്ടായ്മയോടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച ഈ ഒരു സംരംഭം വൻ വിജയമായിരുന്നു. അതിൻ്റെ പാത പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഈ മേള ഈ വർഷവും നടത്തിയത്. ഈ പ്രദർശനം വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അത് തന്നെയാണ് ഈ പ്രദർശന ഹാളിലെ കൂട്ടായ്മയും വിദ്യാർത്ഥികളുടെ ആവശ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് മികച്ച രീതിയിലാണ് ഈ വർഷം ഞങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ഈ പുതുതലമുറക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുകയും ചെയ്യില്ല. ഇതൊന്നും ഇപ്പം വിട്ടുപോയിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ.
സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. പിന്നെ അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്ന് ഇതൊന്നും ഇവിടെ കാണാനും സാധിക്കുന്നില്ല. എല്ലാം ഔഷധ ചെടികൾ തന്നെ നമ്മൾക്ക് വീടുകളിൽ പണ്ട് കാലത്ത് വളർത്തിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോകുന്നു, ഔഷധശാലയിൽ പോകുന്നു, അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നാട്ടറിവ് പ്രോഗ്രാമിലൂടെ നമുക്കിതെല്ലാം എല്ലാവരുടെ മുമ്പിൽ അറിയിക്കാനും പറ്റും, എല്ലാവർക്കും അത് മനസ്സിലാക്കാനും. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയെങ്കിലും ഈ പഴയ സാധനത്തെക്കുറിച്ച് കുറച്ച് അറിയാൻ പറ്റി, അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ പറ്റി. അങ്ങനെയെങ്കിലും അവർ ഈ സാധനങ്ങൾ തേടി നടന്നു, അവർക്ക് അവരുടെ ഇനി വരുന്ന തലമുറക്കെങ്കിലും ഇതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ് അത് മനസ്സിലാക്കി അവർക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്നും കൂടി ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അധ്യാപികമാരുടെയും സ്കൂൾ അധികൃതരുടെയും പിന്തുണയോടെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ നാട്ടറിവ് മേള കാണാൻ നൂറുകണക്കിന് രക്ഷിതാക്കളും എത്തിയിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചാലും എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും പൂർവ്വസൂരികൾ ഭൂമിയിൽ അവശേഷിപ്പിച്ച നന്മകൾ തിരിച്ചെടുക്കാനും ചേർത്ത് പിടിക്കാനുമാവുമെന്ന് തെളിയിക്കുകയായിരുന്നു ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികൾ. ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. CPIMന്റെ നേതൃത്വത്തിൽ പി കൃഷ്ണപിള്ള ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. നഗരത്തിൽ റെഡ് വളണ്ടിയർ മാർച്ച് നടന്നു. CPIMന്റെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. നാടെങ്ങും അനുസ്മരണ യോഗങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ റെഡ് വളണ്ടിയർ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വളണ്ടിയർമാർ പങ്കെടുത്തു. അത്തം പിറന്നതോടെ പൊന്നിൻ തിരുവോണത്തെ എതിരേൽക്കാൻ ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ് തുടങ്ങി. പ്രകൃതിയുടെ നിറവും മണവുമുള്ള പൂക്കൾ ശേഖരിച്ച് ഭംഗിയുള്ള പൂക്കളങ്ങൾ തീർക്കുന്നതിലാണ് കുട്ടികളുടെ ശ്രദ്ധ. നഗരങ്ങളിലാവട്ടെ മറുനാടൻ പൂക്കളുടെ ചന്തമാണ് നിറയുന്നത്. ഓണനാളുകളെത്തിയാൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളത്തിന്റെ ചാരുത നിറയും. എന്നാൽ ഒരു കാലത്ത് പൂക്കളങ്ങൾക്ക് വർണ്ണം പകർന്നിരുന്ന നാട്ടുപൂക്കളിൽ പലതും വിസ്മൃതിയിലേക്ക്. പണ്ടുകാലത്ത് പാടത്തും പറമ്പിലും വീട്ടുമുറ്റത്തും സമൃദ്ധമായി വിരിഞ്ഞു നിന്നിരുന്ന പൂക്കൾക്കാണ് കടുത്ത ക്ഷാമം. കാക്കപ്പൂ, തുമ്പപ്പൂ, മുക്കുറ്റി, കോളാമ്പി, ഹനുമാൻ കിരീടം, കൃഷ്ണപ്പൂ, അരിപ്പൂ, ചെത്തി, ശംഖപുഷ്പം, തൊട്ടാവാടിപ്പൂ, ആമ്പൽ എന്നിവയെല്ലാമായിരുന്നു പഴയകാലത്തെ ഓണപ്പൂക്കൾ. ഇവയിൽ പലതും ഇന്ന് കണി കാണാൻ പോലും കിട്ടാനില്ല. വികസനത്തിന്റെ ഭാഗമായി വയലുകൾ നികത്തിയതും കുന്നിടിച്ചതുമെല്ലാമാണ് ചെടികളുടെ നാശത്തിന് കാരണമായത്. ഓണപ്പൂക്കളങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് തുമ്പപ്പൂവിനുള്ളത്. തൂവെള്ള നിറത്തിലുള്ള പൂക്കളുമായി ഓണക്കാലത്ത് നാടെങ്ങും തുമ്പച്ചെടികൾ കാണാമായിരുന്നു. ഓണപ്പൂക്കളങ്ങളിൽ ഏറ്റവും നടുവിലാണ് തുമ്പപ്പൂവിന്റെ സ്ഥാനം. ഏതൊരാളുടെയും മനസ്സിൽ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടങ്ങുക തുമ്പപ്പൂവിൽ നിന്നാണ്. പണ്ടൊക്കെ പ്ലാവില കൊണ്ടോ താളില കൊണ്ടോ ഉണ്ടാക്കിയ കോട്ടാളകളിൽ തുമ്പപ്പൂവിന്റെ വെണ്മ നിറയുമ്പോൾ കുട്ടികളുടെ മുഖത്തും പുഞ്ചിരി നിറയുമായിരുന്നു. ഈ പൂക്കൾ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. മൺകയ്യാലകൾ കൽമതിലുകൾക്ക് വഴിമാറിയതോടെയാണ് നീലക്കോളാമ്പികൾ അപ്രത്യക്ഷമായി തുടങ്ങിയത്. വയലുകളിലും പാറപ്രദേശങ്ങളിലുമാണ് കാക്കപ്പൂവുകൾ ധാരാളമായി കണ്ടിരുന്നത്. ഇവിടങ്ങളിൽ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റമാണ് ഈ പൂക്കളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിന് കാരണമായത്. കൃഷ്ണകിരീടം എന്ന് വിളിക്കുന്ന ഹനുമാൻ കിരീടമാണ് പ്രകൃതിയിലെ മാറ്റങ്ങളെ അതിജീവിച്ച് ചിലയിടങ്ങളിലെങ്കിലും സമൃദ്ധമായി കാണാൻ കഴിയുന്നത്. മുക്കൂറ്റിയുടെയും തെച്ചിയുടെയും കാര്യവും വിഭിന്നമല്ല. നാടൻ പൂക്കളുടെ സ്ഥാനം ഇന്ന് മറുനാട്ടിൽ നിന്നുള്ള ജമന്തിയും ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ഒക്കെ കൈയടക്കി കഴിഞ്ഞു. മറുനാട്ടിൽ ഓണപ്പൂക്കൾ വിരിയുന്ന കാലത്ത് പഴമക്കാരുടെ ഓർമ്മയിൽ മാത്രമാവുകയാണ് നാടിന്റെ മണവും നിറവുമുള്ള ഓണപ്പൂക്കൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കായൽ ടൂറിസം രംഗത്ത് കാസർഗോഡ് ജില്ലയിൽ ഹൗസ് ബോട്ട് സംരംഭകർ സജീവമാകുന്നു. പഞ്ചനക്ഷത്ര പദവിക്ക് അർഹമായ ഹൗസ് ബോട്ടുകൾ വരെ സഞ്ചാരികൾക്കായി നീറ്റിലിറക്കി. ജില്ലയിലെ പ്രകൃതി രമണീയമായ കടിഞ്ഞുമൂലയിൽ ഇതിനോടകം 13ഓളം ഹൗസ് ബോട്ടുകളാണ് ഇറക്കിയിട്ടുള്ളത്.
3 കോടിയുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള നീലേശ്വരം സ്വദേശി വില്യംസ് ജോസഫിന്റെ ബേക്കൽ ക്യൂൻ വിനോദസഞ്ചാരികൾക്കായി നീറ്റിലിറങ്ങിക്കഴിഞ്ഞു. കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ബോട്ടിനെ ആകർഷകമാക്കുന്നത്. സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന 3 കിടപ്പുമുറികൾ, 2 കോൺഫറൻസ് ഹാൾ, ഭക്ഷണ ഹാൾ, അടുക്കള സജ്ജീകരണങ്ങളും ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 100 അടി നീളവും 20 അടി വീതിയുമുള്ള ഈ ബോട്ട് അത്യാധുനിക സുരക്ഷാ കവചങ്ങളോടെ മരം ഉപയോഗിച്ചാണ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും തുക ചെലവഴിച്ച് നിർമ്മിച്ച മറ്റൊരു ബോട്ടും കേരളത്തിലില്ലെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. രാജ്യാന്തര വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ബോട്ട് ഒരുക്കിയതെങ്കിലും തദ്ദേശീയരായ സഞ്ചാരികൾക്ക് ഉൾക്കൊള്ളാവുന്ന പാക്കേജുകളും സജ്ജമാക്കിയതായി ബോട്ടുടമ വില്യംസ് ജോസഫ് പറഞ്ഞു. ഒരുപാട് ഡെവലപ്മെന്റ്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് കാസർഗോഡ്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സപ്പോർട്ടുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഈ ഒരു മേഖലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടും മറ്റുള്ള എല്ലാവരും അഭിപ്രായമായിട്ട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെയൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ല ഒരുപാട് ടൂറിസത്തിൽ മുന്നിലേക്ക് വരാൻ കഴിയും എന്ന് ആധികാരികമായിട്ട് എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പറയാൻ കഴിയും. കാസർഗോഡിന്റെ ജലവിനോദസഞ്ചാര മേഖലയിൽ 12ലേറെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇവിടെ നിന്നും പുറപ്പെടുന്ന ഹൗസ് ബോട്ടുകൾ പയ്യന്നൂർ വരെ സഞ്ചരിക്കുന്നു. വലിയ പറമ്പാണ് ബോട്ട് യാത്രക്കാരുടെ ഇഷ്ടസ്ഥലം. 1ലേറെ തുരുത്തുകളും ഇവിടെയുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിയും മറ്റും ജലവിനോദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഹൗസ് ബോട്ട് ഉടമകൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ജലവിനോദ മേഖലയാണ് തൃക്കരിപ്പൂരിലെ വലിയ പറമ്പ് ഉൾപ്പെടുന്ന കാസർഗോഡൻ പുഴകൾ. ഈ ജില്ലയെ എല്ലാ മേഖലയിലും സർക്കാർ അവഗണിക്കുന്നുവെന്ന ചൂണ്ടിക്കാട്ടലുകളെ സാധൂകരിക്കുകയാണ് ഹൗസ് ബോട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കു മുമ്പിൽ കണ്ണടയ്ക്കുന്ന സർക്കാർ നിലപാട്. ടൂറിസം രംഗത്തേക്ക് വരുന്ന സംരംഭകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതിയും ഇവിടുത്തെ ഹൗസ് ബോട്ടുകാർക്കുണ്ട്. ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഉറവിടങ്ങൾ ഒരുക്കി സഹായിക്കുന്നവർക്ക് നന്ദി പറഞ്ഞ് കൊതുകുകൾ കത്തെഴുതി. കൊതുകുകളെ തുരത്തുമെന്ന പുല്ലൂരിലെ കുട്ടികൾ. കവുങ്ങിൻ തോട്ടത്തിലെ പാളയിൽ ഹൗസിൽ നിന്നും ഒരു കൂട്ടം കൊതുകുകൾ കത്തെഴുതി. വളർത്തിയതിനും വീടൊരുക്കിയതിനും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത്. ലോക കൊതുകു ദിനത്തിൽ പുല്ലൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ കുട്ടികൾക്കാണ് കൊതുകുകൾ കത്തെഴുതിയത്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സ്കൂൾ ലീഡർ അനിരുദ്ധ് കൊതുകുകൾ അയച്ചെന്ന കത്തുകൾ വായിച്ചു. ജന്മദിന സന്ദേശത്തിൽ കൊതുകുകൾ ഇങ്ങനെ പറയുന്നു: മലമ്പനി കൊതുകിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൊണാൾഡ് റോൾസിനും ഇഷ്ടം പോലെ താമസിക്കാൻ ഉറവിടമൊരുക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത്. വലിയ പ്രസംഗങ്ങളില്ലാതെ കൊതുകുകൾ നേരിട്ടെഴുതിയ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് അശ്രദ്ധയോടെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും ഇളനീർത്തോട്ടും ടയറും ചിരട്ടയും തുടങ്ങി എത്രമാത്രം ദോഷകരമാണ് തങ്ങൾ വരുത്തുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കിയത്. ഇനി ഒരിക്കലും കൊതുകുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഒരുക്കാൻ ഇടവരുത്തില്ലെന്ന പ്രതിജ്ഞയോടെയാണ് കുട്ടികൾ പിരിഞ്ഞത്. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് പി ചന്ദ്രിക കൊതുകുദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജെ.എച്ച്.ഐ. കെ രാജീവൻ, ബാബുരാജ് പെരിയ, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദിയുടെ കാഞ്ഞങ്ങാട് ഓണം മേള തുടങ്ങി. ദീപ ഗോൾഡിന് സമീപമാണ് മേള തുടങ്ങിയത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദിയുടെ ഓണം വിപണന മേള കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന നാഗരാജ് നായിക് നിർവഹിച്ചു. ഖാദി ഷർ, കോട്ടൺ സാരി, പയ്യന്നൂർ സിൽക്ക് സാരി, വിവിധ ഇനം ധോത്തികൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ വി രമേശൻ, വി രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് N. രവികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള ആർജവത്തോടെ നീങ്ങുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോട് വളരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് C.N. രാമചന്ദ്രൻ നായരോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ നിന്ന് 680 പേജുള്ള കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അടുത്ത കുറച്ചു വർഷം എങ്ങനെ ആയിരിക്കണം എന്ന് രേഖപ്പെടുത്തുന്ന നീതിന്യായ ഡയറി. ബ്രാഞ്ച് പ്രസിഡന്റ് ബ്രിജേഷ് പൈനി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV രമേശൻ, AV രാജു, ഗോപാലൻ, KC സുജിത് കുമാർ, KV ഭക്തവത്സലൻ,
MP കുഞ്ഞിമൊയ്തീൻ, VV സുകുമാരൻ, E മീനാകുമാരി, ലോകേഷ്, MV ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂ തേജസ് ഗാർമെന്റ്സ് ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് ADM H ദിനേശൻ ന്യൂ തേജസ് ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വസന്ത ഗുരുസ്വാമി, നഗരസഭാ കൗൺസിലർ ബേബി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. സാരി, ചൂരിദാർ മെറ്റീരിയൽസ്, നൈറ്റി, നിസ്കാരക്കുപ്പായം തുടങ്ങിയവ ലഭ്യമാണ്. സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ പാർട്ണർമാരായ K ഹേമലത, തമ്പായി എന്നിവർ ഉൾപ്പെടെ ഒട്ടേറെ പേർ സംബന്ധിച്ചു. ഓടുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് മരണപ്പെട്ട ITI വിദ്യാർത്ഥി അർഷാദിന് നാട് വിട നൽകി. മൃതദേഹം ഓർഫനേജ് ITIയിൽ പൊതുദർശനത്തിന് വെച്ചു. കൈവീശി യാത്ര പറഞ്ഞുപോയ സഹപാഠിയുടെ ആകസ്മികമായ വേർപാട് വിശ്വസിക്കാനാകാതെ തേങ്ങുകയാണ് കാഞ്ഞങ്ങാട് ഓർഫനേജ് ITIയിലെയും അറബിക് കോളേജിലെയും കുട്ടികൾ. ബുധനാഴ്ച വൈകിട്ട് 5:30 ഒടയഞ്ചാൽ ചെന്തളത്ത് വെച്ചാണ് അർഷാദ് അപകടത്തിൽപ്പെട്ടത്. അർഷാദ് സഞ്ചരിച്ച ബസ്സിലെ വയോധികയായ യാത്രക്കാരിയുടെ വീണുപോയ ഓറഞ്ചുകൾ പെറുക്കിയെടുത്ത് സഹായിക്കുന്നതിനിടയിലാണ് യുവാവ് ബസ്സിന് പുറത്തേക്ക് തെറിച്ചു വീണത്. ഓർഫനേജ് ITIയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് അനുശോചന യോഗം നടന്നു. യത്തീംഖാനയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ AM അബൂബക്കർ ഹാജി നേതൃത്വമേകി. അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് A ഹമീദ് ഹാജി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സുബ്രഹ്മണ്യം, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, PH സുഹൈൽ, മുഹമ്മദ് ഖലീൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലത്ത് മദ്യം വേണ്ടെന്ന യുവമോർച്ച. കാസർകോട്ടെ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഉപരോധ സമരം. ആചാരസ്ഥാനികർക്കും കോലാധാരികൾക്കും വേതനം മുടങ്ങി. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരം തുടങ്ങുമെന്ന ആചാരസ്ഥാനികർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് LDF. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച്. BSNL സമരം ശക്തമാവുന്നു. ടെലിഫോൺ ഭവന് മുന്നിൽ ജീവനക്കാരുടെ ധർണ. നാട്ടറിവിന്റെ നല്ല പാഠങ്ങൾ കണ്ടെത്തി ലിറ്റിൽ ഫ്ലവറിലെ കുട്ടികൾ. നാട്ടറിവ് മേള ശ്രദ്ധേയമായി. കായൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തേടി ഹൗസ് ബോട്ടുകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.